ഞാൻ ബി ജെ പി പോകുമെന്ന് പ്രചരണം നടത്തിയ ആളുകളാണ് ബി ജെ പി വോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ വോട്ടിൻ്റെ ഒരു പാറ്റേണും ഫലവും നിങ്ങൾ പരിശോധിക്കുക. കയ്യൂർ, കരുവള്ളൂർ, കാവുമ്പായ, ചീമേനി, മൊറാഴ, അതുപോലെ തന്നെ രവണീശ്വരം, മടിക്കൈ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പാരമ്പര്യമുള്ള മണ്ണാണ്. ഇവിടെ എങ്ങും ബി ജെ പിക്ക് വേരുകളേയില്ല. കയ്യൂർ, ചീമേനിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ അവിടെ നിന്ന് ബി ജെ പി കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഇതുവരെ അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന വിപ്ലവ വീര്യം മുറ്റി നിൽക്കുന്ന ഈ മണ്ണ് 952 ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിക്കാൻ AK ഗോപാലിന് പ്രേരണ നൽകിയ ഈ മണ്ണിൽ ബി ജെ പി വളർത്തിയ ആരാണ്? ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടിയത് എവിടെയാണ്? ചർച്ച ചെയ്യേണ്ടേ പാർട്ടി? ഇരുട്ടുകൊണ്ട് വോട്ടടിക്കാൻ പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത്, ഈ വിപ്ലവ വീര്യമുള്ള മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അവരുടെ അടിത്തറ ഇളക്കുന്ന നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ കാസർഗോഡ് ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ ലീഡ് ചെയ്തു. മഞ്ചേശ്വരവും കാസർഗോഡും കഴിഞ്ഞ തവണ എനിക്ക് അന്ന് ലീഡാണ്. ആ ലീഡ് വർദ്ധിപ്പിച്ചു. ഉദുമ ലീഡ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ തവണ 2000 വോട്ടിന് പുറകിൽ പോയ സ്ഥലമാണ് കാഞ്ഞങ്ങാട്. അവിടെ ഇത്തവണ എനിക്ക് 8000 മേൽ വോട്ടായി. കഴിഞ്ഞ തവണ 2000 വോട്ടിന് പുറകിൽ പോയ സ്ഥലമാണ് തൃക്കരിപ്പൂർ. അവിടെയും ഞാൻ 10000 മേളിൽ പോയി. കഴിഞ്ഞ തവണ 26,000 വോട്ടിന് ഞാൻ പിറകിൽ പോയ സ്ഥലമാണ് പയ്യന്നൂർ. ഇത്തവണ 12,000 ആയി. അതുപോലെ കഴിഞ്ഞ തവണ 13,800 ചില്ലുവാൻ വോട്ടിന് പിറകിൽ പോയ സ്ഥലമാണ്. ഇത്തവണ 1050 ആയി. പക്ഷെ അവിടൊക്കെ ബി ജെ പിയുടെ വോട്ട് നില നിങ്ങൾ പരിശോധിക്കണം. 2019 തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ 9,268 വോട്ടാണ് ബി ജെ പിക്ക്. അത് ഇത്തവണ 18,466 പാർട്ടി ഗ്രാമങ്ങളിലാണ് ഈ ബി ജെ പിക്കാരുടെ വോട്ട് മുഴുവൻ പിടിച്ചിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ. 2, കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് 9,854. ഇത്തവണ 17,688. പയ്യന്നൂരും കല്യാശ്ശേരിയിലും എവിടെ ബി ജെ പി ഉള്ളത്, യൂണിറ്റ് ഉള്ളത്? അപ്പോൾ വോട്ട് ഷിഫ്റ്റ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടിന് ഞാൻ പിറകിൽ പോയ സ്ഥലത്ത് അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ വിജിൻ 45,000 വോട്ടിൻ്റെ ലീഡ് നേടി. പയ്യന്നൂർ 26,000 വോട്ടിന് ഞാൻ പിറകിൽ പോയ സ്ഥലത്ത് മധുസൂദനൻ കഴിഞ്ഞ തവണ 49,000 വോട്ടിലെത്തി. അത് വോട്ട് ഷിഫ്റ്റാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലിയുടെ വോട്ടിംഗ് പാറ്റേൺ അല്ല പാർലമെൻറ്റിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ ഇറ്റ് ഈസ് എൻ്റയർലി ഡിഫറൻറ്റ്. പക്ഷെ അത് വോട്ട് ഷിഫ്റ്റാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ അടിത്തറ തകരും. ഡയലറ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അധ്വാനിക്കുന്നവൻ്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവൻ്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി. ആ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും വിയുടെയും പീപ്പിളിൻ്റെയും ആസ്തി മാത്രം എടുത്ത് നോക്ക്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സമ്പാദിച്ച സ്വത്തുവകൾ പരിശോധിക്ക്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുള്ളൊരു സ്ഥാപനമായി മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. ഒരു പാർട്ടിയല്ല, അതൊരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയിരിക്കുന്നു. എവിടുന്ന ഈ പണം? ക്രോണി ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിലേക്ക് തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി മാറിയിരിക്കുന്നു. ആലോചിക്കണം. കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യന്മാരായി പാർട്ടിക്കാർ മാറി. പാർട്ടി അണികളല്ല നേതാക്കന്മാർ. ദീപസ്തംഭം മഹാചര്യം. നമുക്കും കിട്ടണം പണം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അതാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുടെ 14 ജില്ലകളിലെയും വിശകലനം നടക്കുമ്പോൾ എന്താണ്? പാർട്ടിയുടെ അടിത്തറ തകർന്നു. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പരാജയ കാരണം വിശദീകരിക്കാൻ കഴിയുന്ന ആർജവമുള്ള പൗരുഷമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നമ്മൾ കാണുന്നില്ല. ഈ ചർച്ചകളെല്ലാം ശൈലി മാറ്റണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ശൈലി മാറ്റുന്ന പ്രശ്നമില്ല. കല്യാശ്ശേരിയിൽ കുഞ്ഞുങ്ങളെ തലയടിച്ച് പൊട്ടിച്ചു ചെടിച്ചട്ടി കൊണ്ട്.
അതുപോലെ ഹെൽമറ്റ് കൊണ്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുവെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന അതേ സമീപനം ജനവിധി എന്തായാലും ആ ജനവിധി മാനിക്കുന്ന പ്രശ്നമില്ലെന്നാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും പറയുന്നു ജനവിധി എന്തായാലും എന്നെ തിരുത്താൻ പാർട്ടി വരണ്ട, ഞാൻ നന്നാവില്ല, എൻ്റെ ശൈലി മാറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി വിപ്ലവ വീര്യമുള്ള മണ്ണിൽ BJPയെ നട്ടു വളർത്തി വലുതാക്കി മാർക്സിസ്റ്റ് പാർട്ടി, എന്നിട്ട് അത് മൊത്തം കോൺഗ്രസിൻ്റെ തലയെ കൊണ്ടുവയ്ക്കുകയാണ്. കോൺഗ്രസിൽ ഒന്നോ രണ്ടോ ആളുകൾ BJP പോയവരോട് അവരല്ലാതെ നിഴലും അല്ലാതെ മറ്റാരും പോയിട്ടില്ല. പക്ഷേ ഇന്ന് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് പാർട്ടിക്ക് മുന്നറിയിപ്പ് കൊടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനും VD സതീശനുമല്ല, ഞങ്ങളുടെ ദേശീയ നേതാവ് KC വേണുഗോപാലല്ല, പ്രകാശ് കാരാട്ടാണ്, സീതാറാം യെച്ചൂരിയാണ്. ഈ നില തുടർന്നാൽ BJP ബംഗാളിലെ പോലെ പാർട്ടിയെ വിഴുങ്ങും. നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അവരിലേക്ക് ചെന്ന് പതിക്കും. നമ്മുടെ പ്രവർത്തകന്മാർ മൊത്തം BJP പോകും. അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള അകലം കുറയ്ക്കണം എന്ന് ദേശീയ നേതാക്കന്മാർ പറയുമ്പോഴും ജനങ്ങളുമായിട്ടുള്ള അകലം കൂട്ടാനാണ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.